പരിപാടി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സംഭവം. നിങ്ങൾ കമ്പളം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇവിടുത്തെ ഒരു കാർഷിക ഉത്സവമാണ് നമ്മുടെ ഈ കമ്പളം എന്ന് പറയുന്നത്. അപ്പം ഈ കമ്പളത്തിലേക്ക് നമ്മൾ പോയി കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിരിക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷ. നമ്മൾ ഐറ്റ് ചെയ്യില്ല. നമുക്കിനി നേരെ അങ്ങോട്ട് പോയി നോക്കാം. இன்னைக்கு டியூட்டி இல்லையா? ஓ அப்படியா, நேரத்துல கிளம்பிட்டேன். அது சேனல். ഇത് കണ്ട ഒരു വെറൈറ്റി റോഡാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ഏറിസ് പോളിടെക്നിക് കോളേജ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെ ഇതൊരു വെറൈറ്റി സംഭവമാണ്. മരങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അടിപൊളിയായിട്ട്. ഇതും ഒടിഞ്ഞു വീണിട്ടുള്ള ഒരാളാണിത്. അടിപൊളി. അപ്പോൾ നമ്മൾ കമ്പളക്കാട്ടിലാണ് ഉള്ളത്. അപ്പോൾ അതുവഴി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിന് ഫ്രണ്ടിലായിട്ടാണ് എൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇങ്ങനെയാണ് ഇത് തുടങ്ങുക. അപ്പോൾ ആദ്യം വിതയൊക്കെ എടുക്കും, എന്നിട്ട് വേണം എറിയാൻ. ഇങ്ങനെയാണ് കേട്ടോ.
എല്ലാവരും കണ്ടല്ല കമ്പളം വീഡിയോ. ഇതൊക്കെയാട്ടാ, ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതശൈലി വേറെയാണ്, പക്ഷെ നമ്മുടെ ഇവിടുത്തെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതും വേറെയാണ്. കാരണം എന്താ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ജീവിക്കുന്നൊരു സാഹചര്യത്തിൽ ആ സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം നമുക്ക് മതിയായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ കമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ കമ്പളം നടത്തുന്നത് പറഞ്ഞാൽ മണ്ണുകാരനാണ്. മണ്ണുകാരൻ വിത കൊണ്ട് 1000 പടി എന്ന് പറയും. അതായത് മണ്ണുകാരൻ ആദ്യം മണ്ണിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നമുക്ക് വിത്ത് ഇടാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സംവിധാനമാണ് നമ്മുടെ കയ്യിൽ പണ്ട് കാലം മുതൽ ഉണ്ടായിരുന്നത്. അതൊരു വാട്ടർ സംവിധാനം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി അവിടെ കൊടുക്കും, അവരുണ്ടാക്കിയിട്ടുള്ള സാധനം നമ്മൾ വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാലപ്പോക്കുണ്ടായിരുന്നത്. പൈസ വന്നതോടുകൂടി ഈ സാധനം തന്നെ മാറി എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ഇനിയും വരും എന്ന പ്രതീക്ഷ. എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.